നമ്മൾ ഈ ദിവസങ്ങളായി ഷിരൂരിലെ അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇങ്ങനെ തുടരുകയാണ്. പക്ഷെ ഇനിയും നമുക്ക് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി ഇന്നൊക്കെ എന്താണ് രക്ഷാദൗത്യം എന്നൊക്കെ ആലോചിക്കുക തന്നെ പ്രയാസകരമാണ്. തൃശ്ശൂരിൽ നിന്ന് മണ്ണുമാന്തി യന്ത്രം, അതായത് ഈ ഡ്രഡ്ജറോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മണ്ണുമാന്തി യന്ത്രമൊക്കെ എത്തിച്ച ശേഷം മാത്രമായിരിക്കും ഇനി ആ ദൗത്യം തുടരുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് കാത്തിരിക്കാം എന്താണ് കർണാടകയുടെ പ്ലാൻ എന്നുള്ളത്. എന്തായാലും തെരച്ചിൽ അവസാനിപ്പിക്കരുത് എന്നുള്ളത് ഇന്നലെ തന്നെ കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇനി പാരീസ് ഒളിമ്പിക്സിലേക്ക് പോയാൽ അവിടെ ഇന്ന് പ്രതീക്ഷയുടെ ഒരുപാട് ഇനങ്ങളുണ്ട്. ഷൂട്ടിംഗ് റേഞ്ച് തന്നെയാണ് പ്രധാന ഉന്നം. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കൊക്കെ നമുക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. എന്നാൽ നമ്മൾ ആദ്യം തന്നെ ഷിരൂരിലേക്ക് പോവുകയാണ്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുള്ള കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടി ഗംഗാവലി നദിയിൽ ഇറങ്ങിയുള്ള പരിശോധന ഇന്നുണ്ടായേക്കില്ല. ഗംഗാവലി നദിയിൽ അടിയൊഴുക്ക് ശക്തമാണ്. പുഴയിൽ രൂപപ്പെട്ട മൺകൂന നീക്കം ചെയ്യുന്നതാകും രക്ഷാദൗത്യത്തിന്റെ അടുത്ത ഘട്ടം. ഇതിനായി തൃശൂരിൽ നിന്ന് ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിക്കും. അതേസമയം കരസേനയുടെ തെരച്ചിൽ തുടരും. അടച്ചിട്ട ദേശീയപാത ഇന്ന് തുറന്നേക്കും. എസ് വിനേഷ് കുമാറാണ് ഷിരൂരിൽ നിന്ന് ചേരുന്നത്. വിനേഷ്, ഗുഡ് മോർണിംഗ്. ദിവസങ്ങളായി നമ്മളവിടെ തെരച്ചിലിന്റെ വലിയൊരു കാത്തിരിപ്പിന്റെ ഒക്കെ നിമിഷങ്ങളായിരുന്നു. പക്ഷേ ആ തെരച്ചിലിന്റെ സാഹചര്യമൊക്കെ അവസാനിക്കുന്നു. ഇന്ന് എന്താണ് പദ്ധതി ഇടുന്നത്? അവിടെ എന്താണ് ഇന്ന് ഈ പുഴയിലോ കരയിലോ ആയിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ? എൽദോ, ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രധാനമായും കരയിലാണ് തെരച്ചിലുണ്ടാവുക. കരയിൽ കരസേനയുണ്ട്. കാരണം അവിടെ റോഡിലും മറ്റും വന്നിരിക്കുന്ന കല്ലും മണ്ണുമൊക്കെ പരമാവധി നീക്കിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ദേശീയപാതയിലാണ്. ഈ ദേശീയപാത തൊട്ടപ്പുറത്ത് അടച്ചിട്ടുണ്ട്. ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് അടച്ചിരിക്കുകയാണ്. ആ ദേശീയപാത ഇന്ന് തുറന്നു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും. ഇപ്പോൾ വാഹനങ്ങൾ മറ്റൊരു വഴിക്കാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രധാന പാതയാണെന്ന് ഗോവ മംഗലാപുരം പ്രധാന പാതയാണിത്. ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലേക്ക് പോകുന്ന റോഡ് കൂടിയാണിത്. ഇത് അങ്കോളയിൽ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ഇതിലേക്ക്, അതായത് മുംബൈയിലേക്ക് തിരിയും. മറ്റൊരു ഭാഗത്തുനിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഗോവ. അങ്ങനെയാണ് ഈ റോഡിൻ്റെ പ്രത്യേകത. ഇത് ദിവസങ്ങളായി 2 ആഴ്ചയായി ഈ റോഡ് അടച്ചിട്ടിരിക്കുകയാണ്. ഇത് പൂർണ്ണമായും ഇതിലെ മണ്ണുകളെല്ലാം കല്ലും ഏറെക്കുറെ നീക്കിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളായിരിക്കും ഇന്ന് പ്രധാനമായും കരസേന ചെയ്യുക. ഒപ്പം തന്നെ നാവികസേനയും മറ്റുള്ള സംവിധാനങ്ങളും എല്ലാം തന്നെ അവിടെ ഉണ്ട്. അവരെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിലും അവിടെ ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ നദിയിലിറങ്ങിയുള്ള തിരച്ചിൽ ഉണ്ടാവില്ല ഇന്നു മുതൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം ഗംഗാവലി നദിയിൽ ഇപ്പോഴും ശക്തമായ അടിയൊഴുക്കുണ്ട്. അടിയൊഴുക്ക് മാത്രമല്ല, കലങ്ങി മറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ രക്ഷാദൗത്യം അസാധ്യമായ ഒരു കാര്യമാണ്. അത് ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നടപടി എന്തായാലും ഉണ്ടാവില്ല. ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവരണമെങ്കിൽ തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ മണ്ണുത്തി സർവകലാശാലയിലാണ്. പക്ഷേ അവിടെ ഇതിൻ്റെ ടെക്നീഷ്യൻ സ്ഥലത്തില്ല. ടെക്നീഷ്യൻ എത്തിയ ശേഷം ആ ടെക്നീഷ്യൻ ഇവിടെ വന്ന് ഈ ഗംഗാവലി പുഴയിലെ ആഴവും അതുപോലെ തന്നെ അതിൻ്റെ ആഴത്തിൻ്റെയും അതുപോലെ തന്നെ ഒഴുക്കും പരിശോധിക്കേണ്ടതുണ്ട്. പരിശോധിച്ച ശേഷമായിരിക്കും അവിടെ നിന്ന് ഈ ഡ്രഡ്ജിംഗ് നടത്താൻ കഴിയുന്ന യന്ത്രം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് സംശയമുണ്ട്. കാരണം ഇത്രത്തോളം കുത്തിയൊഴുക്കുണ്ടാവുകയും പാലമുണ്ട്, 2 ഭാഗത്ത് പാലമുണ്ട്. ഇവിടെ ഈ സാധനം ഇറക്കാൻ കഴിയുമോ, ഈ യന്ത്രം ഇറക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ നിന്നുള്ള MLA-മാർ ഇന്നലെ ഫിഷറീസ് മന്ത്രി മംഗൾ വൈദ്യയും അതുപോലെ തന്നെ ഉത്തര കന്നഡ ജില്ലാ കലക്ടർ ലക്ഷ്മി പ്രിയയുമായി ചർച്ച നടത്തിയിരുന്നു വൈകിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡ്രഡ്ജിംഗ് ചെയ്യാം എന്നുള്ള ഇതിലേക്ക് പോകുന്നത്. അപ്പോഴും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള നടപടി തൽക്കാലത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അതുണ്ടാവില്ല. പകരമാണ് ഈ ഡ്രഡ്ജിംഗ് ചെയ്യുക എന്നുള്ള അതിനുള്ള യന്ത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. അതിനുള്ള എക്സ്കവേഷൻ മെഷീനാണ്. അത് ഒരു എക്സ്കവേറ്ററാണ് യഥാർത്ഥത്തിൽ. അത് വെള്ളത്തിൽ ഇറക്കാൻ കഴിയണം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സാധ്യമാകുമോ എന്നുള്ളത് കൃത്യമായി പരിശോധിച്ച ശേഷമായിരിക്കും അത് വെള്ളത്തിലിറക്കുക. എന്തായാലും അതിന് ഇവിടുന്ന് കർണാടകയിൽ നിന്നുള്ള ഈ ഉത്തര കന്നഡ ജില്ലാ കലക്ടർ തൃശ്ശൂർ ജില്ലാ കലക്ടർക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായി തന്നെ റിക്വസ്റ്റ് അയക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് അത് അനുവദിക്കണം. അത് അനുവദിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതുവരെ എന്തായാലും ദൗത്യം ഉണ്ടാവില്ല. എന്തായാലും പുഴയിൽ ഇപ്പോൾ നദിയിലിറങ്ങിയുള്ള ദൗത്യം ഇപ്പോൾ അസാധ്യമായ കാര്യമാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അത് വരും ദിവസങ്ങളിൽ ഇത് ഇനിയിപ്പോൾ ഡ്രഡ്ജിംഗ് നടത്തിയതിന് ശേഷമായിരിക്കും അതിന് ഉണ്ടാവുക എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വിനേഷ്, പുഴയിൽ നിന്ന് പരിശോധന അത് ഉണ്ടാകില്ല. ഇനി ഡ്രഡ്ജിംഗ് യന്ത്രം തൃശ്ശൂരിൽ എത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇനി ടെക്നീഷ്യൻ വന്നാൽ പോലും എന്നത്തേക്ക് ആ സാഹചര്യം ഒരുക്കാൻ കഴിയുമെന്നുള്ളതാണ്.
ഈ മറ്റു ചില റിപ്പോർട്ടുകളൊക്കെ വന്നത്, അതായത് സെപ്റ്റംബറിലോട് കൂടി ആണ് ആ പുഴയിൽ കാര്യമായിട്ടൊരു ജലനിരപ്പ് കുറയാനുള്ള സാഹചര്യം, അടിയൊഴുക്ക് കുറയാനുള്ള സാഹചര്യം, അപ്പോൾ പരിശോധന നടത്താം എന്നുള്ള ചിന്തയിലൊക്കെ കർണാടക പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ ഇടപെടൽ വന്നുകൊണ്ട് ഇല്ല, തെരച്ചിൽ തുടരും എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ തൃശ്ശൂരിൽ നിന്ന് ഈ മെഷീൻ എത്തിച്ച് അത് കൊണ്ടുള്ള പരിശോധന എന്നൊക്കെ അത് എപ്പോഴത്തേക്ക് സാധ്യമാകുമെന്നാണ് കർണാടക അധികൃതർ പറയുന്നത്? ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് തൃശ്ശൂരിൽ ഈ യന്ത്രം സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും കർണാടകയ്ക്ക് ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ അനുമതി നൽകാതെ, പക്ഷേ ഇതുവരെയും ഇതിന് അനുമതി ആവശ്യപ്പെട്ടിട്ടില്ല. ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ഈ മണിക്കൂറുകൾ, അതായത് ഇന്നായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാവുക, അത് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കർണാടകയിൽ നിന്നുള്ള അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിവിടെ എത്തിക്കാൻ, ഡ്രഡ്ജിംഗ് മെഷീൻ ഇവിടെ എത്തിക്കാനുള്ള നടപടി ഉണ്ടാവും. കാർഷിക ഗവേഷണ കേന്ദ്രവും കാർഷിക യന്ത്രവൽക്കരണ മിഷനും ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ ജലോപരിതലത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഡ്രഡ്ജിംഗ് യന്ത്രമാണിത്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് ഇത് കർണാടകയ്ക്ക് വിട്ടുകൊടുക്കാൻ കേരളം തയ്യാറാണ്. കോഴിക്കോട് മറൈൻ ഇൻഡസ്ട്രിയിൽ നിന്ന് തയ്യാറാക്കിയ ഈ അത്യാധുനിക യന്ത്രം അവിടെ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ ടെക്നീഷ്യൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി കേരളം സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ആ ടെക്നീഷ്യൻ ഇവിടെ വന്ന് ഇത് പരിശോധിച്ച് അത് കൂടെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ അപ്പോഴും കർണാടകയുടെ ഭാഗത്ത് നിന്ന് ഉള്ള ഒരു നീക്കം ഉണ്ടാവണം. അത് എന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കർണാടക തൽക്കാലത്തേക്ക് നദിയിലിറങ്ങിയുള്ള ഇത് നിർത്തിവെച്ചിരിക്കുന്നു. നദിയിലുള്ള ഇറങ്ങിയുള്ള രക്ഷാദൗത്യം നിർത്തിവെച്ചൊരു സാഹചര്യത്തിൽ ഇന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടറുടെ നീക്കം അനുസരിച്ചായിരിക്കും അടുത്ത ദിവസം തൃശ്ശൂരിൽ നിന്ന് ആ യന്ത്രം എത്തിക്കുക. അല്ല വിനേഷ്, ഇത് കരമാർഗമല്ലേ ഈ മെഷീൻ കൊണ്ടുവരാനുള്ള സാധ്യത? അല്ലാതെ ജലമാർഗം കൊണ്ടുവരിക അത് വീണ്ടും ദൈർഘ്യമേറിയ ഒരു പ്രക്രിയയല്ലേ? എപ്പോഴത്തേക്ക് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടോ അവിടെ? എല്ലോ അത് എപ്പോഴത്തേക്ക് എന്നുള്ളത് കർണാടകയാണ് ഇനിയിപ്പോൾ അതിനടുത്ത് ഒരു തീരുമാനമെടുക്കേണ്ടത്. ജില്ലാ കളക്ടർ കൃത്യമായി റിക്വസ്റ്റ് കൊടുക്കാൻ തയ്യാറാവണം. അവർക്ക് ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കുന്നതിനുൾപ്പെടെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ടെക്നീഷ്യൻ ഇവിടെ വരും. ടെക്നീഷ്യൻ ഇവിടെ വന്നതിന് ശേഷം പരിശോധിച്ച ശേഷമായിരിക്കും നടപടി. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുത്തിയൊഴുക്കിൽ, അതായത് ഈ ഗംഗവാലി പുഴ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും രൗദ്രഭാവം ത്തിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, കലങ്ങി മറിഞ്ഞാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ കുത്തൊഴുക്കിൽ അതായത് ഇന്നലെ 8 നോട്ട്സിൻ്റെ മുകളിലാണ് അടിയൊഴുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിനകത്ത് ഇത് വെച്ച് രക്ഷാദൗത്യം നടത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലുള്ള സംശയം ഇന്നലെ അത് ചർച്ചയായിരുന്നു. ഇന്നലെ മീറ്റിങ്ങിൽ അത് പ്രധാനമായും അത് ചർച്ചയായിരുന്നു. കാരണം മറ്റൊരു സാഹചര്യമല്ല, ഒരുപക്ഷേ കുറച്ചുകൂടെ വെള്ളം കുറഞ്ഞതിന് ശേഷം ഇതുമായി മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കർണാടക എത്തിച്ചേരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ രക്ഷാദൗത്യം നടത്താൻ കഴിയില്ല. തൊട്ടപ്പുറത്തുള്ള കുന്ന് ഇടിഞ്ഞതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വിണ്ട് കീറി നിൽക്കുന്ന ഒരു സ്ഥിതി അവിടെ നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ വീണ്ടും ഇടിയാനുള്ള സാധ്യതയുണ്ട്. കല്ലും മണ്ണും എല്ലാം തന്നെ കുത്തിയൊലിച്ച് വീണ്ടും പുഴയിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക? അവിടെ റീറ്റെയിനിങ് വാൾ ഉൾപ്പെടെ നിർമ്മിക്കുന്നതൊക്കെ എന്തായാലും ആലോചനയിലുണ്ട് എന്ന് തന്നെയാണ് കർണാടകയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പെട്ടെന്ന് അവിടെ നദിയിലേക്ക് ഇനിയിപ്പോൾ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ നദിയിലിറങ്ങാൻ കഴിയില്ല. ഇവിടെ ഓറഞ്ച് അലർട്ടാണ്. ഈ ഓറഞ്ച് അലർട്ട് കഴിയുന്നത് വരെയെങ്കിലും ഒരു പക്ഷേ കർണാടകം ഈ നദിയിലുള്ള രക്ഷാദൗത്യം നിർത്തിവെക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ നദിയിലെ ഒഴുക്ക് അതിങ്ങനെ ശക്തമായി തുടരുന്നു. വിനേഷ്, എന്നാലും ആ തൃശ്ശൂരിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ശിരൂരിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അവരവിടെ ഒന്ന് പരിശോധന നടത്തട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ ആ മെഷീൻ ഇവിടെ എത്തിക്കാൻ കഴിയട്ടെ. അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീൻ, അങ്ങനെയാണെന്ന് തോന്നുന്നു ആ മെഷീന്റെ പേര്. ഈ മെഷീൻ വന്നാലും വിനേഷ്, ഇത് എത്രമാത്രം സാധ്യമാണ്? ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ കാണാറില്ല, ഇപ്പോൾ കൊച്ചിയിലൊക്കെ കടലിലൊക്കെ ഡ്രഡ്ജിങ് നടത്തുന്ന മെഷീനറി ഉണ്ട്. ആ മെഷീനറി അവിടെ എത്തിക്കുക അത് സാധ്യമാണോ? ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മെഷീനാണ് ഈ അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീൻ. ഓക്കെ, ഈ മെഷീൻ കൊണ്ട് അവിടെ പരിശോധന നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും അവിടുത്തെ ടെക്നീഷ്യൻസ് ഉൾപ്പെടെ ശിരൂരിലേക്ക് പുറപ്പെട്ടു എന്നുള്ള വിവരം വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ അവരവിടെ എത്തിച്ചേരുമായിരിക്കും. പരിശോധന നടത്താൻ കഴിയുമോ എന്നറിയില്ല. ഇന്ന് വൈകിട്ടാണ് എത്തുന്നതെങ്കിൽ അവിടുത്തെ സാഹചര്യം എന്നാണ് വിലയിരുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ വിനേഷ്, ഈ മറ്റ് സാഹചര്യങ്ങളൊന്നും പരിശോധിക്കുന്നില്ല. ഈ മെഷീൻ അത് വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന മെഷീനാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ
എം ഇന്ദ്രപാലൻ നമ്പ്യാരൊക്കെ പറഞ്ഞൊരു കാര്യം, ഈ വലിയ ജങ്കാറിൽ ഈ എക്സ്കവേറ്ററുകൾ, അത് നീളൻ കൈകളുള്ള ഈ ബൂം എക്സ്കവേറ്റർ പോലുള്ള സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് കുറച്ചുകൂടി സാധ്യത കൂട്ടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കൊന്നും പോകാത്തത് എന്തുകൊണ്ടായിരിക്കും? എന്തായാലും കർണാടക അത്തരം നീക്കങ്ങളിലേക്ക് പോയില്ല എന്നുള്ളൊരു വിമർശനം തന്നെയാണ് കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ രക്ഷാദൗത്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് കേരളത്തിൽ നിന്നുള്ള MLA-മാരും മന്ത്രിയും ഉൾപ്പെടെ മന്ത്രിമാരും പറഞ്ഞത്. കാരണം തുടക്കത്തിൽ ഒന്ന് രക്ഷാദൗത്യം ഉണ്ടായില്ല, ആദ്യം 2-3 ദിവസം, പിന്നെ അതിനുശേഷം കൃത്യമായി മാധ്യമങ്ങളുടെ ഇടപെടലും ഒപ്പം തന്നെ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദവും ശക്തമായപ്പോഴാണ് രക്ഷാദൗത്യം ഊർജിതമായത്. പക്ഷേ എന്നാൽ കഴിഞ്ഞ 2-3 ദിവസമായി ഇത് നിർത്തിവെക്കണം എന്നുള്ളതിലേക്ക് കർണാടകം മാറിയിട്ടുണ്ട്. കർണാടകം ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും ഒരുപക്ഷെ ഈ ഡ്രഡ്ജിങ് യന്ത്രം കൊണ്ടുവന്ന് പെട്ടെന്ന് വീണ്ടും തെരച്ചിൽ നടത്തുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. കാരണം രക്ഷാദൗത്യം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അത് കൊണ്ടുവരികയും മറ്റുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ ഉണ്ടാവുകയുള്ളൂ. കലക്ടറുടെ ഭാഗത്തു നിന്ന് എന്ത് നടപടി ഉണ്ടാവും എന്ന് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അത്തരം നടപടിയിലേക്ക്, അതായത് ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സംവിധാനം അതിൻ്റെ രാജസ്ഥാനിൽ നിന്ന് അതിൻ്റെ പാൻറ്റൂൺ കൊണ്ടുവരേണ്ടതുണ്ട്, ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ അത് എത്തിയിട്ടില്ല, രാജസ്ഥാനിൽ നിന്ന് എത്തിയില്ല. ഇവിടെ കാർവാറിലും ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ ഉള്ളതാണ്. പക്ഷേ അത് ഉപയോഗിക്കാൻ വിദഗ്ധരായ ആളുകളില്ല. അങ്ങനെ ഉള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ധാരാളമുണ്ട്. അതിനിടയിലാണ് ഇന്നലെ അത് നിർത്തിവെക്കാൻ തീരുമാനിച്ചപ്പോൾ കേരളം മുന്നോട്ട് വെച്ചതാണ് ഡ്രഡ്ജിങ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനാവശ്യമായ യന്ത്രസാമഗ്രികൾ, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എത്രയും പെട്ടെന്ന് അതിൻ്റെ മെഷീനറികൾ കൃത്യമായി പ്രവർത്തിപ്പിക്കുക. അത് കേരളത്തിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരാൻ, ആദ്യം ഇത് തൃശ്ശൂരിലാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പിന്നെ അത് തൃശ്ശൂരിലുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടിയപ്പോഴാണ് തൃശ്ശൂർ ജില്ലാ കളക്ടറുമായി ഉടൻ തന്നെ ബന്ധപ്പെടുന്നു. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ബന്ധപ്പെടുന്നു. അത് മണ്ണുത്തി സർവകലാശാലയിലാണ്. അതിൻ്റെ ടെക്നീഷ്യൻ സ്ഥലത്തില്ല. ടെക്നീഷ്യൻ എത്തിക്കഴിഞ്ഞാൽ ഇതുവഴി മുന്നോട്ട് പോകാം. പക്ഷേ ടെക്നീഷ്യൻ ഇവിടെ വരണമെങ്കിൽ തന്നെ കർണാടകയുടെ സഹായം വേണം. കൃത്യമായി ടെക്നീഷ്യൻ ഈ ഗംഗാവലി പുഴയിൽ വന്ന് ഇത് സ്വന്തം നിലയ്ക്ക് നടത്തി പോകാൻ കഴിയില്ല. കർണാടകയുടെ സഹായം വേണം. കർണാടക ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് അനുമതി നൽകണം. അവർ ഇങ്ങനെ ഇത് ആവശ്യമുണ്ട്, ഡ്രഡ്ജിങ് യന്ത്രം ആവശ്യമുണ്ട് എന്ന് റിക്വസ്റ്റ് കൃത്യമായി കൊടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. എത്ര ദിവസം കൊണ്ട് ഇത് പൂർത്തിയാവും എന്നുള്ളത് നമുക്ക് ഏതായാലും കാത്തിരുന്നു കാണാം. പ്രധാനപ്പെട്ട കാര്യമാണ് വിനേഷ് സൂചിപ്പിച്ചത്. പക്ഷെ അപ്പോഴും വിനേഷ്, ആ കുടുംബത്തിന്റെ ആവശ്യം ഇങ്ങനെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട് വിനേഷ്. അതായത് നിർത്തരുത്, ആ തെരച്ചിൽ തുടരണം. അർജുൻ മാത്രമല്ലല്ലോ, എല്ലാവരെയും കണ്ടെത്തണം എന്നുള്ള അവരുടെ ആഗ്രഹം. ഇത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്നാലും ഇനിയുള്ള ദിവസങ്ങളിലും ആ തെരച്ചിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ വയ്ക്കാം. പക്ഷെ ഇന്നെന്താണെങ്കിലും ആ പുഴയിലില്ലാത്തത് വലിയ പ്രശ്നമാണ്. വിനേഷ്, ഇനി ഏത് തരത്തിലുള്ള ഒരു ഇടപെടൽ സാധ്യമാക്കും ഈ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ എന്നുള്ളത്? അതായത് കേരളം സമ്മർദ്ദം ചെലുത്തുന്നു, അത് രാഷ്ട്രീയ ഇടപെടൽ വരുന്നതും ഒക്കെ കർണാടകയ്ക്ക് അക്ഷരാർത്ഥത്തിൽ തലവേദനയാണെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിൽ പോലും നമുക്ക് നമ്മുടെ അർജുനെ കണ്ടെടുക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം, വലിയ ലക്ഷ്യമുണ്ടല്ലോ. ഈ തെരച്ചിൽ അത് സജീവമായി നിലനിർത്താൻ, അല്ലെങ്കിൽ രക്ഷാദൗത്യം നിലനിർത്തുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ കൂടുതലായി ഇടപെടേണ്ട രീതി എങ്ങനെയായിരിക്കണം? എങ്ങനെയാണ് അവിടെ ഇനി തുടരുമോ ഈ ഇടപെടലുകൾ, രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ഇനി നടക്കുമോ? എന്താണ് കരുതേണ്ടത് ദിനേശ്? എന്തോ ഇടപെടലിൻ്റെ കുഴപ്പമല്ല, കേരളം വളരെ കൃത്യമായി ഇടപെട്ടത് കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ഇത് മുന്നോട്ട് പോയത്. നമുക്കറിയാം, സാധാരണ ഇത്തരം കേസുകളൊക്കെ ഒരാഴ്ചയൊക്കെ തിരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കളയുക എന്നുള്ളതാണ്, മിസ്സിംഗ് കേസുകളായി മാറും എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ കൃത്യമായി മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഇടപെടലുണ്ടായി. കേരളത്തിലെ MLA-മാർ ദിവസങ്ങളോളം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. എം കെ രാഘവൻ ഇവിടെ തുടക്കം മുതൽ തന്നെ ഉണ്ട്. അതിനുശേഷം സച്ചിൻ ദേവ് MLA-യും ലിൻഡോ ജോസഫും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുന്നു. അതിന് പിന്നാലെ അവർ പോയതിനു ശേഷം ഇതിനിടയിൽ മന്ത്രി മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും 3 ദിവസത്തോളം ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് കല്യാശ്ശേരി MLA ആയ വിജിനുണ്ട്. അതുപോലെ തന്നെ തൃക്കരിപ്പൂരിലെ MLA ആയ രാജഗോപാലുണ്ട്. അതുപോലെ കാസർഗോഡ് നിന്നുള്ള അഷ്റഫുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ അവരിപ്പോഴും ഉണ്ട്. ഇന്നായിരിക്കും അവർ മടങ്ങിപ്പോവുക. ഇങ്ങനെയുള്ള കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഇവിടെ നിൽക്കുകയും ഇവരുടെ യോഗങ്ങളിൽ, അതായത് ഇതിൻ്റെ യോഗങ്ങളിലെല്ലാം പങ്കെടുക്കുകയും തങ്ങളുടെ നിലപാട് അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി തലത്തിൽ, കാരണം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നതിലേക്ക്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന്, കർണാടക ചീഫ് സെക്രട്ടറി
സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് നിരന്തരമായി ഉള്ള ആശയവിനിമയം നടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾ കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയിപ്പോൾ ഒരു ഇടപെടൽ എന്തായാലും എങ്ങനെ നടക്കും എന്നുള്ളത് അറിയില്ല. പക്ഷേ കൃത്യമായി കേരളം ഇതിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദൗത്യം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക്, അത് നദിയിൽ ഇറങ്ങിയുള്ള ദൗത്യം അവസാനിപ്പിക്കുന്ന ഘട്ടത്തെക്കുറിച്ച് കർണാടക ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലും കേരളം ഇടപെട്ടതിനെ തുടർന്ന് വീണ്ടും 2 ദിവസത്തോളം വീണ്ടും ദൗത്യം നടന്നു. പക്ഷേ ഇന്നു മുതൽ ഉണ്ടാവില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തുന്നു. അത് കൃത്യമായി തന്നെ ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളെ അറിയിക്കുകയുമാണ് ചെയ്തത്. ഇനിയുള്ളത് ഈ നദിയിൽ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് സംബന്ധിച്ചാണ്. അത് അല്ലെങ്കിൽ വെള്ളം നദിയിലെ അടിയൊഴുക്ക് കുറഞ്ഞ ശേഷം, ജലനിരപ്പ് കുറഞ്ഞ ശേഷമായിരിക്കും ഇനിയൊരു നടപടി ഉണ്ടാവുക എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഇന്നലെ കർണാടക എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൻ്റെ മുമ്പ് തന്നെ ഈ ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവന്ന് ഇത് ചെയ്യുമോ കർണാടകം എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. എന്തായാലും അത്തരത്തിലൊരു നീക്കം ഇന്ന് കലക്ടറുടെ ഭാഗത്ത് നിന്ന്, ആ ഒരു നിർണായകമായ നീക്കം ഇന്ന് കലക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമോ എന്നുള്ളത് കാത്തിരുന്നു കാണണം എന്നാണ്. ഇത് നമ്മൾ കുടുംബത്തിൻ്റെ ആ പ്രതികരണമാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അർജുനായുള്ള തെരച്ചിൽ തുടരണമെന്നും നിർത്തരുതെന്നും കുടുംബം ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. ആ പ്രതികരണം നമുക്ക് ഒരിക്കലും വിളിക്കാമല്ലോ. നമുക്ക് ഇതുവരെ നടന്ന പ്രവൃത്തിയിലൊന്നും യാതൊരുവിധ ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ നിർത്തുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഇത്രയും നമ്മൾ കാത്തിരുന്നു. അപ്പം ഇനിയും ഇതിന് പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പെട്ടെന്ന് തുടർന്ന് പോകണം തന്നെയാണ്. ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനം പ്ലസ് അഡീഷണൽ ആയിട്ട് വേണ്ട എല്ലാ രീതിയിലുള്ള ടെക്നോളജികളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ കർണാടക സർക്കാർ എന്തെങ്കിലും തീരുമാനത്തിൽ ഇല്ല, നമുക്ക് അതായത് ഇതുവരെയൊക്കെ നമ്മുടെ സർക്കാരാണെങ്കിലും അവിടുത്തെ സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് നമുക്കും അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് അർജുനെ പോലെ തന്നെ വേറെ 2 പേരെയും കൂടി കണ്ടുകിട്ടാനുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ തിരിച്ചു കിട്ടുന്നവരെ ഈ തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്തരുതെന്നാണ് അപേക്ഷിക്കുന്നത്. മെയിനാണ് മിനിസ്റ്റർ അടക്കമുള്ള മീറ്റിങ്ങിൽ ഈ കാര്യങ്ങൾ മിനിസ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ MLA എല്ലാ ആളുകളും കൂടിയിട്ടുള്ള മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വിദ്യകളൊന്നും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്നാണ് നമ്മളടുത്ത് അവിടുന്ന് പറഞ്ഞ കാര്യം. ഇനി 4 ദിവസം. പക്ഷെ ഇപ്പം നടന്നു പോകുന്ന ഈ കാര്യങ്ങൾ തന്നെ മുന്നോട്ട്, അതായത് അവർ പിൻവാങ്ങി ഇനി നമുക്കറിയില്ല അത് എത്രത്തോളം ഒരു അനിശ്ചിതത്വം അതിലുണ്ട്. എത്ര കാലത്തേക്ക് എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഈ കാലാവസ്ഥേൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ അതൊക്കെ നിയന്ത്രിക്കാനുള്ള പല രീതിയിലുള്ള ടെക്നിക്കുകളും നമുക്ക് അവൈലബിൾ ആണ്. ആ ടെക്നോളജിക്ക് യൂസ് ചെയ്തിട്ട് ഇതുവരെ നിങ്ങളൊക്കെ നമ്മുടെ കൂടെ നിന്നുണ്ട്, ഇവിടുത്തെ ജനങ്ങൾ കൂടെ നിന്നുണ്ട്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ടും സാന്നിധ്യവും നമുക്ക് ഇനിയും വേണം. അപ്പോൾ ഈ ഒരു തിരച്ചിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്.